സ്വാദേറും പഴവർഗ്ഗങ്ങളുടെ രുചിക്കൂട്ടുകൾ നമ്മുടെ നാവിനെ രസിപ്പിക്കാനായി ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ടൂറ്റി ഫ്രൂട്ടി ഐസ്ക്രീം സലാഡ്. എല്ലാവർക്കും ഫിൻവർക്സ് ഫുഡ് ഫാക്ടറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം പഴവർഗ്ഗങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഇവിടെ ഞാൻ ആദ്യം ഇപ്പോൾ റെഡിയാക്കുന്നത് ഗ്രീൻ മുന്തിരിയാണ്, പച്ചമുന്തിരി. അതൊരു മുന്തിരിക്കൊലയാണ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ആൽമണ്ട്സ്. അതിനുശേഷം ഒരു ഫുൾ ആപ്പിൾ ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ പോംഗ്രാനൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇന്ത്യൻ പോംഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതിനുശേഷം ബ്ലാക്ക് ഗ്രേപ്സ്, കറുത്ത മുന്തിരി ആണ് ഞാൻ വീണ്ടും ഒരു കൊലയാണ് ഇവിടെ ഇതിനു വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ പഴുത്ത ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒത്തിരി ഫ്രൂട്ട്സൊന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത്രയും ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 8-9 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വാനില ഐസ്ക്രീമാണ്. 1 ലിറ്റർ വാനില ഐസ്ക്രീമാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തിക്ക് ക്രീം 1 പാക്കറ്റ് വേണം. ഈ ഫുൾ പാക്കറ്റ് തിക്ക് ക്രീമും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തേൻ, ഹണി, 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയതിനു ശേഷം നമ്മളവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഷുഗറോ വേറെ മധുരത്തിന് വേണ്ടിയിട്ട് ഐസ്ക്രീം അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഹണി യൂസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന തിക്ക് ക്രീം ഉണ്ടല്ലോ, അത് ആ ഫുൾ പാക്കറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലാണ് നമുക്ക് ആ സലാഡിന് ആ ഒരു കൊഴുപ്പും ആ ഒരു സ്വാദും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ആ 1 ലിറ്റർ ഐസ്ക്രീം ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് വയ്ക്കുക. അപ്പോൾ ഈ ഫ്രൂട്ട്സിലൊക്കെ ചെറിയ രീതിയിൽ ഐസ്ക്രീമിന് തണുപ്പൊക്കെ പിടിച്ച് നല്ല രുചിയായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണിത്. ഇനി നമുക്ക് ഇതൊരു ചെറിയ ബൗളിലോട്ട് സെർവ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അവരുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ അവർ തീർച്ചയായും പറയും, മച്ചാനെ പോളിസാനെന്ന്.